ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഒരു കുട്ടി വ്ളോഗാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഓണം സെലിബ്രേഷനും ക്വീൻസിൻ്റെ സെലിബ്രേഷനുകളെല്ലാം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ മാറ്റി വെച്ചതേ ഉള്ളൂ, ഞങ്ങൾ നടത്താതിരുന്നില്ല. ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ ഒരു വ്ളോഗാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു തിരുവാതിരയോടുകൂടി തന്നെയാണ് തുടങ്ങിയത്. ഇത്തവണ ഞങ്ങളുടെ തീം എന്ന് പറഞ്ഞാൽ പർപ്പിൾ ആയിരുന്നു കേട്ടോ. പർപ്പിൾ ലെവൻഡർ ഷെയ്ഡുകളൊക്കെ ആയിരുന്നു എല്ലാവരും ബ്ലൗസസ് ആയിട്ട് ചൂസ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തിരുവാതിരയ്ക്ക് ഇത്തവണ ഞാനില്ലായിരുന്നു. കാരണം എനിക്ക് ഡാൻസ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ക്യാമറ മുഴുവൻ ഞാനായിരുന്നു. ഇത്തവണത്തെ ഓണത്തിന്റെ സെലിബ്രേഷനിൽ ഞങ്ങളുടെ വിശിഷ്ട അതിഥി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശിവൻകുട്ടനായിരുന്നു. ശിവൻകുട്ടന്റെ കഥ ആടിപൊളിയായിരുന്നു. കുഞ്ഞിത്തത്തെയും പാണ്ടം പൂച്ചയുടെയും കഥ അതൊന്ന് കാണാം കേട്ടോ. ഇപ്പോൾ ആ അവസരം ഇനി ഓൾ മെസ്സി വന്ന് പാണ്ഡവരെ അയച്ചു. എന്നിട്ടോ ഒരു കുഞ്ഞിത്തത്തെ കണ്ടുപിട്ടി. പിന്നെ എനിക്ക് തോന്നുന്നു KB പ്ലാസയിലെ ക്വീൻസിന്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടുന്നവരാ കേട്ടോ. എല്ലാവരും പാട്ട് പാടി. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയത് നമ്മുടെ രാമന്റെ മോളുണ്ട് എലിസയുടെ മിന്നൽ വള. അത് ഞങ്ങൾക്ക് പകുതിയെ മനസ്സിലായുള്ളൂ. മിന്നൽ വള നേപ്പാളി ഭാഷയിലാണ് എലിസ പാടിയത്. പക്ഷെ എന്തായാലും ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വേണുചേട്ടൻ പാടി, എൻ്റെ അമ്മ പാടി, സിബിയങ്കിള് പാടി, കിഷോർ പാടി, ലിഷോയ് പാടി, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രസിഡന്റ് രാജേരൻ ചേട്ടൻ പാടി. എല്ലാവരും. കാരണം നമുക്കിവിടെ നമ്മളെ ജഡ്ജ് ചെയ്യാനോ അങ്ങനെ ആരുമില്ല. നമ്മളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. കരളിനുള്ളിൽ കായലിനുള്ളിൽ തിരകൾ തുള്ളുമ്പോൾ തുഴയും പോയി തുണയും പോയി ോട് മാറ്റുവിളി വെള്ളംകളി കരയോ കരയോ തിരക്കി കൂടക്കളി. ആകാശഗോപുരം ഭാഷഗീതകം സാഗരമാ. അത് കഴിഞ്ഞ് മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ? സദ്യ. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു. എല്ലാവരും വയറ് നിറച്ചുകൊണ്ടു. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ശ്രീ സാറ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ സദ്യക്ക് ഒപ്പം ഉണ്ടായി. അതൊരു വലിയ സന്തോഷം തന്നെയായിരുന്നു. സാർ എപ്പോഴും ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ എന്തെങ്കിലും ഫംഗ്ഷൻസിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറ് വരാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള കളികളുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, അത് ഭയങ്കര സൂപ്പറായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഇരുന്നിട്ടുള്ള ഗെയിംസ് ഒക്കെ ആയിരുന്നു. ഇത്രയുള്ള സൂചിയിൽ അതിലും ചെറിയ മുത്തുകൾ കോർക്കുക, പിന്നെ വെളുത്തുള്ളി തൊലിക്കുക, പിന്നെന്തായിരുന്നു എന്തൊക്കെയോ കളികൾ. കയ്യിൽ കുമ്പിളിൽ ബോട്ടിലിൽ നിറയ്ക്കുക. അതൊക്കെ ടീം കളികളായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഒരുപാട് ആയാസമല്ലാത്ത കളികളിലൊക്കെ ഞാനും പങ്കെടുത്തു. എല്ലാത്തിലും വിജയകരമായി തോറ്റു. പിന്നെ എനിക്ക് തോന്നുന്നു അപ്പംകടി മത്സരം ഉണ്ടായിരുന്നു. അയ്യോ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് കാലുകൊണ്ട് ചവിട്ടി ഇങ്ങനെ കടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. ഇതിൻ്റെയൊക്കെ ഓർഗനൈസ് ചെയ്തത് സ്വപ്ന ചേച്ചിയായിരുന്നു കേട്ടോ. സ്വപ്ന ചേച്ചി, സവിത ചേച്ചി, ഇത്തവണ സൂര്യ ചേച്ചിയും ഞങ്ങളും ഒക്കെ കുറച്ച് കാരണം പുതിയ പുതിയ ആൾക്കാർ അതിന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കൊണ്ട് മുന്നോട്ട് വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ കുറച്ച് മാറി നിന്നത്. പക്ഷെ മാറി നിന്നൊന്നുമില്ല കേട്ടോ. എല്ലാവരും എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ ഇതിനെല്ലാത്തിനും പിന്നെ നമ്മളെ ക്വിസ് മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ വീഡിയോസ് കാണിച്ചിട്ട് പാട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതിലെനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരുന്നു. അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ എല്ലാവർക്കും ഒരു കുഞ്ഞ് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട്
ഓണം കഴിഞ്ഞു, ക്രിസ്മസ് ആവാറായി, എങ്കിലും ഞങ്ങളുടെ ഓണ സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു.